ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ BJP ഇപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുകേഷ് ദലാൽ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി അല്ലാതെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പത്രിക പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ ഡമ്മി കാൻഡിഡേറ്റിന്റെയും രണ്ടുപേരുടെയും പത്രിക പിൻവലിച്ചിരുന്നു. നിലേഷ് കുംബാനിയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് ഈ പത്രിക തള്ളിക്കളഞ്ഞിരുന്നു. അതായത് പത്രികയെ പിന്തുണച്ച രണ്ടുപേരുടെ ഒപ്പ് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പത്രികകൾ രണ്ടും തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് BSP സ്ഥാനാർത്ഥിയുടേത് അടക്കമുള്ളവരുടെ പത്രിക പിൻവലിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ഇപ്പോൾ BJP ഏകപക്ഷീയമായി വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ CR പാട്ടീലാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി മുകേഷ് ഭായ് ദലാൽ സൂറത്തിൽ നിന്നും വിജയിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഏതായാലും BJPയുടെ വിജയം ഇതോടെ ആരംഭിക്കുന്നു എന്നുള്ള തരത്തിൽ BJPയുടെ അനുകൂലികൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ തോതിലുള്ള പ്രചരണവും അയച്ചുവിട്ടിട്ടുണ്ട്. ശരി, 2014-ലും 2019-ലും അവിടെ ബസന്തിനോട് ഒരു ചോദ്യം കൂടെ ബസന്ത് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്നതോടുകൂടി ബാക്കിയുള്ളവരെല്ലാവരും ഈ പിൻവലിച്ചു പോകാൻ എന്തായിരിക്കും കാരണം? സൂറത്ത് ഇതിൽ നോക്കുകയാണെങ്കിൽ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്തിലെ എല്ലാ സീറ്റിലും BJP വിജയിക്കുന്ന ഒരു സാഹചര്യമാണ്. BJPയുടെ വലിയ തോതിലുള്ള ഒരു പിന്തുണ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൂറത്ത് പോയിട്ടുള്ള ഒരാളാണ്. അവർക്ക് വ്യക്തമായ ആധിപത്യമുള്ള ഒരു മേഖലയാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ പിൻവലിപ്പിക്കാൻ വലിയ പാടൊന്നും BJP ഇന്നത്തെ സാഹചര്യത്തിൽ ഗുജറാത്തിലില്ല എന്ന് തന്നെ പറയാം. രണ്ട് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നിലേഷ് കുംബാനിയായിരുന്നു ആദ്യ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ പത്രിക തള്ളി. രണ്ടാമത്തെ ഡമ്മി കാൻഡിഡേറ്റ് ആയിരുന്നത് സുരേഷ് പട്സാല ആയിരുന്നു. പട്സാലയുടെ പത്രികയും സമാനമായ സാഹചര്യം ഉന്നയിച്ചുകൊണ്ടാണ് തള്ളിയത്. 4 സെറ്റ് പത്രികകളാണ് രണ്ടുപേർക്കുമായി നൽകിയിരുന്നത് എന്ന് മനസ്സിലാക്കണം. അതിലാണ് ഈ ഒപ്പുകളിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ തീരുമാനമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് BSP സ്ഥാനാർത്ഥി അടക്കം, അതായത് പ്യാരിലാൽ ഭാരതി എന്ന് പറയുന്ന BSP സ്ഥാനാർത്ഥിയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ 2 മണിക്ക് പത്രിക പിൻവലിച്ചത്. അപ്പോൾ വളരെ കൃത്യമായ ആസൂത്രണം ഇതിന് പിറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൂറത്തിൽ വലിയ ഭൂരിപക്ഷമാണ് BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. അതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. 5,48,230 വോട്ട്, 5,48,230 വോട്ടിനാണ് 2019 ജർശന വിക്രം ജർദോഷ് എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റ് വിജയിച്ചു. അപ്പൊ ഇപ്പൊ ബസന്ത് പറഞ്ഞതാണ് അതിനകത്ത് കാര്യം. അതായത് അവർക്ക് വളരെ വലിയ സ്വാധീനമുള്ള മേഖല. ഇപ്പൊ കോൺഗ്രസിന്റെ ഇനിയിപ്പോ അതിന്റെ പുറകെ പരാതി വരാനുള്ള സാധ്യതയുണ്ട്. ശരിയായ കാരണങ്ങൾ ഉന്നയിച്ചല്ല പത്രിക തള്ളിയെന്നൊക്കെ ഉള്ള അടക്കം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കൂ, നേരാവണ്ണം പത്രിക പോലും കൊടുക്കാൻ അറിയാത്ത ആളുകളാണോ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയരാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്, ഞങ്ങൾക്ക് ഒരെണ്ണമായിരിക്കുന്നു, ബാക്കി പുറകെ വരും എന്നൊരു സാധനം.